സംഗീതമേ അമരസല്ലാപമേ മണ്ണിനു പിന്നിന്റെ വരദാനമേ. രാവിലെ ട്യൂട്ടർ ക്ലാസ്സിൽ പോകുമായിരുന്നു. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് മറക്കാൻ കഴിയാത്ത, എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായൊരു ഒരു വേദന തോന്നിപ്പിച്ചത്. ഇപ്പോഴും എനിക്ക് ആ സാറിനെ കാണാനുള്ള ഒരു വ്യഗ്രതയുള്ളൊരു സംഭവമാണ്. ഈ 10ാം ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. 10ാം ക്ലാസ്സിൽ ഞാൻ സുന്ദരമായി ആദ്യത്തെ വർഷം തോറ്റു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ വർഷം പിന്നെ എൻ്റെ മനസ്സിൽ ചിന്ത വന്ന് ഞാൻ പഠിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒരു ബിൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോയി ഈ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള പ്രതീക്ഷ. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ ജോലി നിർത്തി. കാരണം അന്നത്തെ രാത്രി മൊത്തം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ കണ്ണിന് പ്രശ്നമായിരുന്നു. കണ്ണ് മൊത്തവും പിന്നെ മണ്ണ് വാരിയിട്ടതുപോലെ ഉള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പഠിത്തമാണ് ഒരു വിധത്തിൽ കൊള്ളാമെന്നുള്ള ജോലി, ബാക്കിയുള്ളതൊക്കെ പിന്നെ ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ വെറുതെ നിന്ന് നമ്മളിങ്ങനെ നശിച്ചു പോകുന്ന ഒരു വിഷമമുള്ളതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ ഏറ്റുട്യൂട്ടർ കൊണ്ടാക്കി. ഏറ്റിൽ വീണ്ടും 2ാമത്തെ വർഷം എങ്ങനെയെങ്കിലും എഴുതിയെടുത്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മേഖല തിരിഞ്ഞ് പഠിക്കാമല്ലോ എന്നതുകൊണ്ടും എന്നെ അവിടെ കൊണ്ടാക്കി. 10ാം ക്ലാസ് ജയിച്ച് കിട്ടണം, അതുകൊണ്ട് അവിടെ കൊണ്ടാക്കി. അപ്പോൾ അത് അവിടെ നടന്നൊരു സംഭവം ഞാൻ പറയാം. എനിക്കാണെങ്കിൽ ഈ കൊച്ചുനാൾ മുതൽ 2 പിന്നെ കവിളിൻ്റെ സൈഡിലുള്ള പല്ലുകൾക്ക് പോടുണ്ടായിരുന്നു, കേടായ പല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് കഴിച്ചിരുന്നാലും എൻ്റെ വായ്ക്കകത്ത് പിന്നെ ഈ പോടിനകത്ത് ആഹാരം അടഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പല്ലുവേദന, മിക്കവാറും പല്ലുവേദന വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച ശേഷം ക്ലാസ് തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ജോഗ്രഫി പഠിപ്പിക്കുന്ന സാറ് പിന്നെ എന്തോ പറഞ്ഞിട്ട് സാർ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെയാക്കി. ഇത് ഇങ്ങനെ ആക്കിയത് സാറിനെ കളിയാക്കി ആക്കിയതല്ല, എനിക്ക് എൻ്റെ പല്ലിൻ്റെ ഇടയിലുള്ള പോട് കൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയത്. സാറ് വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് ചെറിഞ്ഞു നോക്കിയിട്ട് പിന്നെ അതങ്ങ് നടന്നങ്ങ് പോയി. അപ്പോൾ വീണ്ടും ഞാൻ ഇതറിയുന്നില്ല, ഇതെന്തുകൊണ്ടാണ് സാറ് നോക്കിയത് ഞാൻ അറിയുന്നില്ല. ഉടനെ ഞാൻ വീണ്ടും ഇങ്ങനെയാക്കി. സാറ് കഴിഞ്ഞ് സാറിനെ ഫിസിലടിച്ചെന്ന് കയറി, ഫിസിലടിച്ച് കളിയാക്കുന്നു. ഏടാ എന്ന് പറഞ്ഞ് പിന്നെ ഇതെന്താ ആളിനെ കളിയാക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഈ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങാതെ വാരിച്ചടിച്ച് എന്നെ പിടിച്ച് പുറത്താക്കുന്നത്. നീ അവിടെ പുറത്തു പോയിരുന്നു. ഇനി അതിനേക്കാളും സാർ എനിക്ക് ആ ഒരു വിഷയമല്ല, നമുക്കൊരു വിഷയം വേണ്ട കാര്യമില്ല. പക്ഷേ അതിനേക്കാളും ഉണ്ടാകുന്നൊരു വേറൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് ഒരു വീടിൻ്റെ പ്രിൻസിപ്പൽ താമസിക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നില, തൊട്ട് മുകളിലുള്ള നിലയാണ് ഈ ക്ലാസ് കിടക്കുന്നത്, പ്രൈവറ്റ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ ക്ലാസ് ഉണ്ട്. അപ്പം ഈ 3ാമത്തെ നിലയിൽ ഗോയിങ് വിദ്യാർത്ഥികൾ വരും. 4 മണിക്ക് മുമ്പ് അവർ ക്ലാസ് വിട്ട് നേരെ അവിടെ വരും, അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് വരും. അപ്പം എന്നെ പിടിച്ച് സാറ് പിടിച്ച് പുറത്തിറക്കി ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു സഹോദരി കുട്ടിയും അതുപോലെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു പെൺകുട്ടിയും കൂടെ കയറി വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു 15-16 വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ അവന് നാണക്കേടാണ്. കാരണം എനിക്കൊരു നാണക്കേടായിട്ട് തോന്നി. മറ്റുള്ള കൊണ്ടോന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ല, എനിക്കൊരു നാണക്കേട്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഞാൻ പാട്ടൊക്കെ പാടുന്നൊക്കെ കേൾക്കുന്ന എനിക്കൊരു വില തരുന്ന ആൾക്കാർ അപ്പുറത്ത് നിന്ന് വരുമ്പോൾ അവർ എന്നെ മാന്യമായി കാണില്ലല്ലോ എന്നൊരു നാണക്കേട് എൻ്റെ ഉള്ളിൽ കടന്നുപിടി. ഞാൻ കരുതി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പഠിക്കട്ട് കയറി വരുമ്പോൾ ഈ പിള്ളേർ എന്നെ കാണും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ ഞാൻ പെട്ടെന്ന് എടുത്ത് മാറിക്കളയാന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത് 3ാമത്തെ നിലയിൽ 4ാമത്തെ നിലയിലേക്ക് കയറി. അപ്പോൾ ഈ കുട്ടികൾ വരുന്നത് സാറ് കിട്ടും. അതുകൊണ്ട് സാറിന് ചെയ്ത് എന്നെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നത്. അപ്പോൾ ഞാനിത് മുകളിൽ നോക്കിയിട്ട് നേരെ താഴെ ഇവരൊക്കെ കയറി 2ാമത്തെ നിലയിൽ 3ാമത്തെ നിലയിൽ കയറിയപ്പോഴേക്കും ഞാൻ നേരെ താഴെ 4ാമത്തെ നിലയിൽ 2ാമത്തെ നിലയിലേക്ക് വന്നു. ഉടനെ എന്നെ കണ്ടുകൊണ്ട് സാർ ചോദിച്ചു ഇയാളവിടെ പോയി നടന്നു ചോദിച്ചു. സാർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഇവിടെ നോക്കി നിന്നെ കണ്ടു. ഞാൻ ഇവിടെ പോയി. നമ്മൾ സാറേ എൻ്റെ അനിയത്തിയും പിന്നെ വേറൊരു കുട്ടിയും കൂടെ അപ്പോഴവിടെ വന്ന് നാണക്കേട് കൊണ്ട് ഞാൻ മാറി. കള്ളം പറയണ വൃത്തിയുടെ നീ എന്താടാ കാണിക്കണമെന്ന് ചോദിച്ചു. സാറ് വീണ്ടും 2-3 അടിയൊക്കെ എനിക്ക് തന്നു. ആ അടിയൊക്കെ തന്ന് പിടിച്ചെന്നെ വരടി, നീ മേലെ എൻ്റെ ക്ലാസ്സിലുണ്ടാവരുന്നു. സാറിന് ഭയങ്കരമായ ദേഷ്യനോടാണ്. എൻ്റെ സാറേ ഇത് സാറ് മനസ്സിലായില്ല. നമ്മൾ സാറേ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള 2 കുട്ടികൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതൊക്കെ പറഞ്ഞിട്ട് സാറൊരു കേൾക്കുന്നില്ല. ഈ വലിയ ആളുകളെ മാനം കെടുത്താൻ വേണ്ടി കിടക്കുന്നതാണെന്ന് ചോദിച്ചു. സാറിനെ വളരെ ശിക്ഷിക്കും. പ്രിൻസിപ്പലിൻ്റെ അടുത്തുകൊണ്ട് പോയി എനിക്ക് ഇനി മേലെ നിനക്ക് ഇവിടെ ക്ലാസ്സും ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സാറ്. പിന്നെ എനിക്ക് ഒരു നാണക്കേടായി. പിന്നെ എനിക്ക് പഠിക്കണമെന്നുള്ള ചിന്ത എനിക്കൊന്നും ഉണ്ടായില്ല. ഞാൻ പിന്നെ മതിയാക്കിയിട്ട് ഞാൻ നേരെ പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അന്നത്തെ അധ്യാപകനൊരു അനുഗ്രഹം കൊടുത്തു, നീ ജന്മത്തിൽ ഗുണപ്പെടില്ലാന്ന്. പക്ഷെ അതിനകത്ത് എനിക്ക് ചില സാറന്മാരോട് പറയാനുള്ളത്, ഈ കാര്യം അറിയാതെ നമ്മൾ കുട്ടികളെ ശിക്ഷിക്കരുത്. ശിക്ഷിക്കുന്നതിനും കുഴപ്പമില്ല, 2 അടി കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അവൻ്റെ ജീവിതത്തെ ഭാവിയെ വെച്ച് ശപിച്ച് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അത് പല അധ്യാപകർക്കും ഉണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
ഞാനൊരു അധ്യാപനം കൂടി ആയിരിക്കുന്നതുകൊണ്ടാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ കുറവശങ്ങളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അവർ ബലഹീനതയുള്ളവരായിരിക്കും. പക്ഷേ അറിവുള്ള അധ്യാപകർ ആ കുട്ടികളെ ഒന്ന് കാര്യം അറിഞ്ഞ് അവരെ ഒന്ന് പിന്താങ്ങിക്കൊണ്ട് പോകാനുള്ള മനസ്സാണ്. ഈ അധ്യാപകനെ കുറിച്ച് ഇതിൻ്റെ ഗുണത്തിൽ ജീവിതത്തിൽ രക്ഷപ്പെട്ടുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ വലിയ വലിയൊരു ഫേമസ് അങ്ങനെ കൊണ്ടാണോ എന്നുള്ള കാര്യം എനിക്കറിയാൻ വയ്യ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ആ വർഷം അങ്ങ് കഴിഞ്ഞു പോയി. പക്ഷേ വേറൊരു സംഭവം കൂടി നടന്നത്, ആ വർഷത്തെ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റില്ല, കാരണം സർട്ടിഫിക്കറ്റ് ഇവർ എനിക്ക് തന്നില്ല. അങ്ങനെയും കൂടെ ഉണ്ടായിരുന്നു. അടുത്ത 3-ാം വർഷത്തിലേക്ക് ഞാൻ എന്തായാലും ഇനി ഒരു പഠനം എനിക്ക് താല്പര്യമില്ല എന്നുള്ള നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു അച്ഛൻ്റെ അനിയൻ, അദ്ദേഹം ഒരു ഹിന്ദി അധ്യാപകനാണ്. അച്ഛനെ, അതായത് ഈ കാട്ടാക്കട ആമച്ചൽ, ഞാൻ താമസിക്കുന്ന ആമച്ചൽ എന്ന പ്രദേശത്ത് തന്നെ ഒരു പ്രസിദ്ധമായൊരു ട്യൂട്ടോറുണ്ട്, ജയ് ഭാരത് എന്നുള്ള ട്യൂട്ടോറുണ്ട്. ആ ട്യൂട്ടോറിയൽ ആദ്യമായി അതുവരെ കുറച്ച് വർഷം കൊണ്ട് ഹിന്ദി വിദ്യാലയമായിരുന്നു. പക്ഷേ ആദ്യമായി SSLC പ്രൈവറ്റ് ബാച്ചിനെ അവർ അവിടെ വയ്ക്കുകയാണ്. അങ്ങനെ ഞാനും അവിടെ വരേണ്ടി വന്നു. ഒന്നത് ഞാൻ വേറെ മറ്റൊരു ഉദ്ദേശത്തിലാണ് വന്നത്. കാരണം ഞാൻ വരയ്ക്കുന്നത് കൊണ്ട് ജയ് ഭാരതിൻ്റെ ബോർഡ് എഴുതാനാണ് എന്നെ വിളിച്ചു വന്നത്. പക്ഷേ ഇവിടെ 2 ദിവസം നിന്നപ്പോൾ കാണാൻ സാറന്മാരൊക്കെ ഒന്ന് ഇടപെട്ട് വന്നപ്പോൾ കാണാൻ ഞാൻ ഇങ്ങനെ തോറ്റ് നിൽക്കുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് സാറന്മാർ പറഞ്ഞു ഇവനെ നിർത്തിയാൽ പറ്റില്ല, പഠിക്കട്ടെന്ന് പറഞ്ഞു. വീട്ടുകാരും പറഞ്ഞു ഇവനെ വിടരുതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നെ പിടിച്ച് പൊക്കി നേരെ പ്രൈവറ്റിലേക്ക് കൊണ്ടിരുത്തി. അപ്പോൾ മാന്യമായി ഞാൻ അവിടെ ക്ലാസ്സിലിരുന്നു. പിന്നെ ആ വർഷം ഞാൻ ജയിച്ചു കേട്ടോ. ഈ ജയഭാരത് ട്യൂട്ടോറിയലിലോട്ട് വന്നപ്പോൾ സംഭവിച്ചതെന്ന് പറയുമ്പോൾ, സ്വന്തം ആൾക്കാരാണ് ഇതിനകത്ത് അധ്യാപകരൊക്കെ ആയതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കും. നല്ല മറ്റൊരുത്തരം 1 അടി കൊടുക്കുമ്പോൾ എനിക്ക് 3 അടി കൂടുതൽ തരുമായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെയെങ്കിലും എന്നൊന്ന് ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ ശ്രമിച്ചു. ഇദ്ദേഹം എൻ്റെ കൊച്ചിനായിരുന്നു അവിടെ പ്രിൻസിപ്പളായതുകൊണ്ട് അദ്ദേഹം എന്നെ വിട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ മറ്റൊരു സംഭവം അവിടെ ഉണ്ടായി. അത് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഴിവുകൾ അധികമായിരുന്നാലും പ്രശ്നമാണ്. അതായത് ഞാൻ ഈ 10-ാം ക്ലാസ്സിൽ തലച്ചോറ്, അതുപോലെ കിഡ്നി, അതുപോലെ കണ്ണിൻ്റെ പടം, ഇതൊക്കെ നമുക്ക് ബയോളജിയിൽ വരയ്ക്കേണ്ടി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പഠിത്തത്തിന് പിറകിലോട്ടാണെങ്കിലും വരപ്പിലും ഞാൻ വലിയ മോശമൊന്നുമില്ലായിരുന്നു അന്ന് ഞാൻ ഈ ക്ലാസ്സിനകത്ത് ബയോളജി സാർ പറഞ്ഞ് ഇന്ന പടം വരച്ചോണ്ട്, തലച്ചോറിൻ്റെ പടം വരച്ചോണ്ട് പറഞ്ഞു. ഈ നല്ല കാലമോ കഷ്ടകാലമോ എന്ന് പറയണ്ട, കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് ഞാനൊരു തലച്ചോറ് വരച്ചു. ബുക്കിലുള്ള സെയിം പടം ഞാൻ വരച്ചു. മറ്റു പലരും തലയിൽ വെള്ള പേപ്പർ എടുത്തിട്ട് തലയിൽ എണ്ണ തേച്ചിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ലെൻസ് പോലെ വെച്ചിട്ട് വരയ്ക്കുന്നവരോ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ വരയ്ക്കാൻ കഴിവുള്ളവരല്ല, അവർക്കിങ്ങനെ സ്കെച്ചിട്ടാലേ പറ്റുള്ളൂ. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ അതിനെല്ലാം വരച്ചു. ഒരു കുത്ത് കിടക്കുന്നത് പോലും കറക്റ്റായിട്ട് തലച്ചോറിനകത്തുള്ള ആ ഞാടികൾ പോകുന്ന ചിത്രം ഞാനിങ്ങനെ വരച്ച് അത് കറക്റ്റാക്കി ഒരു ദിവസം ഒന്നും പറ്റിയത് പ്രഭാതം കൂടെ കൊണ്ട് ഞാനത് വരച്ചു. അന്നത്തെ ക്ലാസ്സിലേക്ക് കയറി ബയോളജി സാർ വന്നു ഒരു പേപ്പറായിട്ട് നോക്കി നീതി ഒരു സമയം നോക്കി തരും. എൻ്റെ അടുത്ത് വന്നു സാറ് പേപ്പറിനെ വലിച്ച് കയറിയിട്ട് ഇറങ്ങി പോടാ വഴിയെന്ന് പറഞ്ഞു. സാറിനെ വലിച്ചിരിച്ച് എന്നെ അത് അവിടെ നിന്നാൽ മതി പറയുന്നത്. എനിക്ക് എന്താണ് കാര്യം, ഞാൻ എന്താണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. സാറിനെ ആ പാടെ ദേഷ്യപ്പെട്ട സാറേ, നീ എന്തൊന്ന് മറ്റുള്ളവരെ വിട്ടിയാക്കാൻ വേണ്ടി നിൽക്കുന്നോടാന്ന് ചോദിക്കും. നമ്മൾ സാറേ ഞാൻ എന്ത് വിട്ടിത്തരമാണ് കാണിച്ചത് എന്ന് ഞാൻ ചോദിച്ചെനിക്ക് മിണ്ടി പോലെ നീ ഇറങ്ങാതെ പ്രിൻസിപ്പലിൻ്റെ അവിടെ പിന്നെ അവിടെ നിന്ന് നീ വളർന്നായിരുന്നു. എന്നെ പിടിച്ചിറക്കി അവിടെ കൊണ്ട് വീണ്ടും 2 എണ്ണം കൂടെ തന്നെ വീണ്ടും പിടിച്ചിറക്കി. ഈ കഷ്ടകാലം പിടിച്ചവൻ എവിടെ പോയാലും ഗതികളെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം. ഞാൻ എന്നെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ആ സമയത്ത് ഭാഗ്യമോ നിർഭാഗ്യവശാൽ ശ്രീകുമാർ സാർ അവിടെ ഉണ്ടായിരുന്നില്ല, അതായത് പ്രിൻസിപ്പൽ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ സാറ് വന്ന ഉടനെ തന്നെ നീ എന്താ അവിടെ ഇങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ബയോളജി വരച്ച് പടം വരച്ച് എന്നെ വലിച്ചു കയറി ഇങ്ങനെയാണ് കാര്യം പറഞ്ഞു. ശരി നീ ക്ലാസ്സിൽ പോകുന്നു. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് മറ്റേ സാറ് ഇങ്ങോട്ട് വന്നായിരുന്നു. സാറേ എന്ത് കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു, അത് ഇന്നപോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി സ്കെച്ചിട്ട് തന്നെ പേപ്പർ സ്കെച്ചിട്ട് വരച്ചോണ്ട് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ നിന്ന് നീ ക്ലാസ്സിൽ പോകുന്ന പറഞ്ഞു. അവൻ സ്കെച്ചിട്ടതല്ല, അവൻ വരച്ചാണ്. ഞാൻ കണ്ടോണ്ട് നിൽക്കുകയാണ്, അവൻ വരയ്ക്കുന്നതല്ല. എനിക്ക് ചിരിയും വരുന്നുണ്ട്, ഉള്ളിലൊരു സങ്കടവും വരുന്നുണ്ട്. കാരണം ഇന്ന് എന്നെ അടിച്ച സാറ് അദ്ദേഹം എൻ്റെ
എന്താ പറയുന്നത്, സാറിന് എന്നോട് സ്നേഹം കൊണ്ടാണ് ഞാനങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സാറിനെ ശിക്ഷിച്ചതെങ്കിലും ഇന്നത് സാറ് ചില ആഴ്ചകളായിരുന്നു സാറ് ലോകത്ത് നിന്ന് വിടവാങ്ങിയിട്ട്. ഇത്തരത്തിൽ സാറിനെ ഞാൻ ഓർക്കുന്നുണ്ട്. അടി തന്നെങ്കിലും പിന്നെ സാറിന് ഭയങ്കര കുറ്റബോധമായി. സാറ് ചെയ്തു പോയതിൽ ഒരുപാട്. എന്നാലും സാറിനെ കുറ്റബോധം പുറത്തൊന്നും കാണിച്ചില്ല. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയും. സാർ അങ്ങ് ഒഴിഞ്ഞു പോയി. രാവിലെ ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ പോകുമായിരുന്നു. അപ്പോൾ ഈ ട്യൂട്ടോറിയലൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് മറക്കാൻ കഴിയാത്ത, എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായൊരു ഒരു വേദന തോന്നിപ്പിച്ചത്. ഇപ്പോഴും എനിക്ക് ആ സാറിനെ കാണാനുള്ള ഒരു വ്യഗ്രതയുള്ളൊരു സംഭവമാണ്. അതായത് നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിൻ്റെ ഓർമ്മയ്ക്ക് MD വാസുദേവൻ സാറിൻ്റെ ഒരു പാഠ്യഭാഗം, അതായത് സിംഹള പെൺകുട്ടിയും MD വാസുദേവൻ്റെ അച്ഛനും MDയും അവരുടെ കുടുംബവും അടങ്ങുന്ന ഒരു കഥ. അപ്പം ഈ പാഠമെടുത്തത് അന്ന് ആ സാറിൻ്റെ പേരെനിക്ക് എത്രയും നല്ല ഓർമ്മ, അതും എനിക്ക് അറിയത്തില്ല. പക്ഷേ സാറ് 2 ദിവസങ്ങളിലെ ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹമായിട്ട് വേറെ ആഴമായിട്ടുള്ള ബന്ധമില്ല. എങ്കിലും എത്രയോ വല്ലാത്തൊരു ആഴം സാറിനോട് എനിക്കുണ്ട്. അത് ഞാനിങ്ങനെ പറയാൻ കാര്യം, ഞാൻ 2ാമത്തെ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ MD വാസുദേവൻ സാർ വളരെ കുട്ടിയാണ്. അപ്പോൾ MD ആ കഥയിൽ MD കുട്ടിയാണ്. അപ്പോൾ ആ സിംഹള പെൺകുട്ടിയെ കൊണ്ട് അച്ഛൻ നാട്ടിലേക്ക് വരുമ്പോൾ അതുവരെ അച്ഛനെ കാത്തിരിക്കുന്ന, വർഷങ്ങൾക്ക് ശേഷം വരുന്ന അച്ഛനെ കാത്തിരിക്കുന്ന വീട്ടംഗങ്ങൾ ഓണത്തിന് വരുമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ വരവ് MD എന്ന് പറയുന്ന കൊച്ചുകുട്ടിയും കാത്തിരിക്കുന്നുണ്ട്. വാസുദേവൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയും കാത്തിരിക്കും. ദൂരെ ഇതിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ദൂരോട്ട് നോക്കും, പാടം കാണാം, അകലെ നിന്ന് അച്ഛൻ വരുന്നത് കാണാം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അച്ഛൻ വരുന്നുണ്ട്. കുറച്ചുകൂടെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ അച്ഛൻ്റെ വിരൽ പിടിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടെ കണ്ടു. ഈ സിംഹള കുട്ടിയാണ്. അപ്പോൾ വീട്ടിനകത്ത് പ്രശ്നമായി, ഇദ്ദേഹത്തിൻ്റെ മകളാണ് എന്നുള്ള സംസാരം ഉണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ വേറെ അവഹിതമായ ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ്, അയാളുടെ വേറെ ഭാര്യ മക്കളൊക്കെ ഉള്ളതാണെന്നുള്ള ഈ സംസാരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് നേരെ മുകളിലേക്ക് പോകുന്ന കഥയൊക്കെ അവിടെ പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഈ സംഭവത്തിന് MD എന്ന് പറയുന്ന ഈ കുട്ടി കുഞ്ഞായതുകൊണ്ട് അവന് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യമില്ല. ഈ അവഹിതമായി ഉണ്ടായതാണോ അല്ലെങ്കിൽ ഹിതമായിട്ടുണ്ടായതോ അതൊന്നും ഈ കുഞ്ഞിനെ അറിയില്ലല്ലോ. അവന് ഒരു കാര്യം മനസ്സിലായി, അവന് ഒറ്റപ്പെട്ടവൻ, അവനൊരു സഹോദരി കിട്ടുന്നു എന്നൊരു സന്തോഷം അവൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ അവൻ്റെ ഉള്ളിൽ ഉണ്ടായെന്നുള്ളതാണ് കാര്യം. അപ്പം എന്നെ ബാധിക്കുന്നതാണ്, എനിക്കൊരു സഹോദരി ഇല്ലാത്തത് കൊണ്ട് ഒരു സഹോദരി കിട്ടിയാൽ എന്തായിരിക്കും ആ ഒരു മൂഡ് ഞാൻ എന്നിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ MDയുടെ പിതാവ് അടുത്ത മുകളിലേക്കുള്ള തറവാട്ടിൻ്റെ മുകളിലുള്ള ഒരു മുറിയിൽ എന്ന് കുഞ്ഞിനെ കൊണ്ട് കയറി അങ്ങനെ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തിരിച്ച് ഒരല്പം കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അച്ഛൻ തിരിച്ച് മടങ്ങിപ്പോകാൻ പോകുന്നു. വീട്ടുകാർക്കെല്ലാം വലിയ വിഷമമാണ്. അമ്മയും അച്ഛനോട്ട് അലോരസമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ MDക്ക് ഈ കൊച്ചിനെ കാണാനുള്ള ഒരു വ്യഗ്രതയാണ്. കാരണം എൻ്റെ അനിയത്തിയെ എനിക്ക് കാണണം എന്നുള്ള സന്തോഷത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ MD പടിക്കെട്ടിറങ്ങി താഴെ നിൽക്കുന്ന സമയത്ത് പടിയുടെ താഴെ നിൽക്കുമ്പോൾ അച്ഛൻ ഇവിടുത്തെ പടിക്കെട്ടിറങ്ങി താഴേക്ക് വന്നു. താഴെ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ MDയെ നോക്കിയിട്ട് MDയുടെ തലയിൽ തൊട്ട് നീ നന്നായി പഠിക്കുന്നുണ്ടോടാ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു സംഭവം സാർ അവതരിപ്പിക്കുന്നു. അപ്പോൾ സാറ് നടന്നിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് സാർ എൻ്റെ കയ്യിലേക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് നീ നന്നായി പഠിക്കുന്നുണ്ടോടാ, പഠിക്കണം കേട്ടോ എന്ന് സാറിങ്ങനെ അവതരിപ്പിച്ചിട്ട് അപ്പോഴത്തേക്ക് ബെല്ലടിച്ചു. സാറപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് MDയുടെ അച്ഛൻ പടി ഇറങ്ങിപ്പോയി ദിവസം കഴിഞ്ഞു. പിന്നെ ഈ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ സാർ പറഞ്ഞിട്ട് പെട്ടെന്ന് ബെല്ലടിച്ചു, സാർ ഇറങ്ങിപ്പോയി. പിന്നെ സാറ് ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടില്ല. മനസ്സിലാക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാറ് പഠിപ്പിച്ച കാര്യം എൻ്റെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് പതിഞ്ഞു കിടക്കായിരുന്നു. MD എന്ന് പറയുന്ന ആ ഒരു കൊച്ചുകുട്ടി ഞാനായി, അവൻ്റെ MDയുടെ പിതാവ് എന്ന് പറയുന്ന ആ വ്യക്തി എൻ്റെ സാറായി, അതിനകത്ത് ഞാനെന്നൊരു ക്യാരക്ടർ അവിടെ രൂപാന്തരപ്പെടുകയായിരുന്നു. അതിനൊരിക്കലൊരു കാര്യം പറയാനുള്ളത്, അങ്ങനെയൊക്കെയാണ് കഥാപാത്രങ്ങൾ രൂപാന്തരപ്പെടുന്നത് എന്നുള്ള കാര്യം ഒരു ചിന്ത കൂടി എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാറിനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ സാറ് ഇങ്ങനെ എൻ്റെ സ്കൂളിൻ്റെ കുറേ ഭാഗത്ത് മുന്നോട്ട് മാറി സാറിങ്ങനെ സിഗരറ്റ് വലിച്ചിങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. സാറൊരു കൊച്ചു ജുബയൊക്കെ ഇട്ട് സാർ അല്ല ഒരു നമ്മുടെ കമലതലത്തിലെ മോഹൻലാലിൻ്റെ ഒരു സ്റ്റൈലിലാണ് സാർ വന്നിരിക്കുന്നത്. ആ മുഖച്ഛായല്ല, സാറിൻ്റെ രൂപസാദൃശ്യം അതുപോലെ എനിക്ക് തോന്നുന്നു. സാറ് ഞാനിങ്ങനെ അടുത്ത് ഓടിച്ചെന്ന് സാറിന് ചോദിച്ചു നീ നന്നായി പഠിക്കുന്നുണ്ടോടാ എന്ന് സാർ അപ്പോഴെന്നോട് ചോദിച്ചു. ഇതെല്ലാം കൂടി എൻ്റെ ഉള്ളിനകത്ത് വല്ലാത്തൊരു വേദനയായിട്ട് എൻ്റെ മനസ്സിലാകുന്നു. ഇന്നും എനിക്ക് ആ അധ്യാപകനെ കാണാൻ വേണ്ടി വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലാകുന്നു. കാരണം നിങ്ങൾക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നിയൊന്നുമില്ല, പക്ഷേ ചില സിറ്റുവേഷൻസ് നമുക്ക് അങ്ങനെ ഉണ്ടാകും. നമുക്ക് മനസ്സിന്
സന്തോഷം ഉൾപ്പെടെ സങ്കടം ഉണ്ടാക്കുന്ന സാധാരണ പെണ്ണിനെ കണ്ടിട്ടേ ഇല്ല. അതാണ് ഈ ഈ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർത്ത് പറയുന്നതായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പിന്നെ പ്രൈവറ്റായിട്ട് പഠിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ കാലങ്ങളിൽ പിന്നെ 10ാം ക്ലാസ് എന്തായാലും ഞാൻ 3ാമത്തെ വർഷം ഞാൻ ജയിച്ചു. ആരുടെയൊക്കെയോ പ്രാർത്ഥന അല്ലെങ്കിൽ അതായത് നമ്മൾ ഈ ചക്ക പഠിപ്പിച്ചെടുത്തതല്ലേ കൃത്യമായി പഠിപ്പിച്ചെടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ തലച്ചോറിനകത്ത് ഇവരുടെ തന്ന പാഠങ്ങളൊക്കെ എന്തായാലും എൻ്റെ തലയിൽ കയറി ഞാൻ എസ് ഐ ഒക്കെ എഴുതി ഒരു പരുവത്തിൽ രക്ഷപ്പെട്ടു. എന്നെ പഠിപ്പിക്കാൻ എൻ്റെ ഈ പറഞ്ഞ ശ്രീമാൻ സഹോദരിമാരും ഒക്കെ വളരെയധികം പാടുപെട്ട് കഷ്ടപ്പെട്ട് ജോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെയും ക്ലാസ്സുകളെടുത്ത് ഇന്നും എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവരുടെ സ്നേഹവും വഴക്കും ശാസനയും സ്നേഹവും എല്ലാം നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതങ്ങനെ ഒരു സന്ദർഭമുണ്ട്. പിന്നെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ SSLC പരീക്ഷ ടൈമായിരിക്കുന്ന സമയത്ത് കിസ്യാൻ അബ്ദുള്ള എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. പ്രമദവനം വീണ്ടും അപ്പോൾ ഈ പടം ഇറങ്ങിയ സമയം പിന്നെ ആദ്യമായിട്ട് മോഹൻലാലിൻ്റെ ഒരു ഭയങ്കരമായ പടമാണ്, സംഗീതവുമായി ബന്ധപ്പെട്ട പടം. അന്ന് ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങളെല്ലാം കൂടെ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് പിറ്റേന്ന് ശനിയാഴ്ച TV സിനിമയുണ്ട്. അപ്പോൾ ഞാൻ TV സിനിമ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഇളയ അപ്പച്ചിയും ഞാനും ഇവരെല്ലാം കൂടെ നേരെ സിനിമ കാണാൻ വേണ്ടി അടുത്തുള്ള വീട്ടിൽ TV കാണാൻ വേണ്ടി. അപ്പം തിരക്ക് പിടിച്ച് എൻ്റെ കൊച്ചിച്ച വൈകുന്നേരം വന്നപ്പോൾ എന്നെ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയും കഴിഞ്ഞ് ഞാൻ വന്നപ്പം കൊച്ചിച്ച എന്നെ അങ്ങോട്ട് വിളിച്ചു. ഒരുപാട് നീ ഇവിടെ പോയി ഞാൻ നിനക്ക് സിനിമ കണ്ടോണ്ട് നടന്നാൽ മതിയാടാന്ന് പറഞ്ഞു. നല്ല 2 അടി കാര്യമായി തന്നു. ആ അടിയുടെ ചൂടാണ് ആ വർഷം ഞാൻ 10ാം ക്ലാസ് കരകയറി എന്ന് പറയുന്നതിൽ എനിക്കൊരു അഭിമാനക്ഷതവുമില്ല. ഞാൻ സന്തോഷപുരസരം പറയുന്നൊരു കാര്യം. കാരണം ചില ശിക്ഷണങ്ങളും ചില ശാസ്ത്രങ്ങളും പലപ്പോഴും നമുക്ക് അത് ശാപത്തിനായിട്ടല്ല, നമ്മുടെ അനുഗ്രഹത്തിനായിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ആമച്ചൽ പവിത്രൻ എന്ന് പറയുന്നുള്ള പേര് ചില കാലങ്ങൾ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് വന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ജയ്ഭാരത് ട്യൂട്ടോറിയൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആമച്ചലാണ് ഈ കൊച്ചിച്ചൻ്റെ കൂടെയാണ് നിന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുമായിട്ട് ഈ നാടുമായിട്ട് നേരത്തെ ഒരു ബന്ധമുണ്ട്. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ വളർത്തമ്മ എന്നെ കുഞ്ഞുനാൾ മുതൽ ഇവിടെ കൊണ്ടുവരുമായിരുന്നു, കുഞ്ഞിലെ ഈ പ്രദേശത്ത് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടുമായിട്ട് ബന്ധമുണ്ട്. അവിടുത്തെ അപ്പച്ചിമാരും കൊച്ചിനും ഒക്കെയാണ് എന്നെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ സാമീപ്യത്തിൽ ഞാൻ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ നാടുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ ഞാൻ പരീക്ഷ എഴുതിയത്, പ്രൈവറ്റ് പരീക്ഷ എഴുതിയത് 3ാം വർഷം പരീക്ഷ എഴുതുന്നത് ജയ്ഭാരത് എൻ്റെ അഭിമുഖത്തിൽ നമ്മുടെ രാവിലെ സ്കൂളിലാണ് ഞാൻ പരീക്ഷ എഴുതി ജയിക്കുന്നത്. അതുകൊണ്ട് അവിടെയും ഞാനിങ്ങനെ ഒഴുകിയെത്തി. ഏതോ വഴിയിലൂടെ പോകേണ്ട പുഴ ഒഴുകി രാവിലെ ഗവൺമെൻറ് സ്കൂളിലൂടെ ഒഴുകിപ്പോയെന്ന് പറയുന്നത് പോലെ അവിടെയുമായിട്ട് ബന്ധം അങ്ങനെയാണ് എനിക്കുണ്ടായത്. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ അവിടെ ആ വർഷം കഴിഞ്ഞ ശേഷം പിന്നെ തിരിച്ച് ഞാൻ വീണ്ടും എൻ്റെ പൂർവ്വ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അവിടെ നിന്ന് ഞാൻ വീണ്ടും മ്യൂസിക് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാനുണ്ട്. അപ്പം മ്യൂസിക് കോളേജിലെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാടാൻ ഞാൻ ടാലൻ്റാണ്. അന്ന് നന്നായിട്ട് മനോഹരമായിട്ട് പാടാനുള്ള ശബ്ദം. എൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സൗണ്ട് കുഞ്ഞുനാൾ മുതലേ സൗണ്ട് മാറി വന്നിട്ട് കുറച്ച് കാലം പാടാൻ പറ്റാതെ സൗണ്ട് അടഞ്ഞിരിക്കും, മറ്റൊരു ശബ്ദമായിരിക്കും. പിന്നെ അത് പക്ഷെ എനിക്ക് അങ്ങനെയാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ മാമാങ്കം പല കുരി കൊണ്ടാടി ഈ പാട്ടുകളൊക്കെ ഞാൻ പാടിക്കഴിഞ്ഞാൽ 7 സ്വരങ്ങളൊക്കെ പാടിക്കഴിഞ്ഞ് കറക്റ്റ് പിന്നെ നല്ല വെയിറ്റുള്ള വോയിസായിരുന്നു. ക്ലാസ്സാരൊക്കെ പാടുന്ന പോലുള്ളൊരു ഫീൽ ഉണ്ടാവുമായിരുന്നു. അതുപോലെ പാടുന്നുള്ളതല്ല, അത്രയും ഒരു ഫീൽ അനുഭവപ്പെടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് സൗണ്ട് ചേഞ്ച് ആയിട്ട് വന്ന സൗണ്ടല്ല, അപ്പം അല്ലാതൊരു ശബ്ദമാണ് എൻ്റെ ശബ്ദം. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഞാൻ പിന്നെ മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സിനിമ പാട്ട് പാടി അവിടെ ടെസ്റ്റുണ്ട്. അവിടെ പഠിച്ച് ഒരു വർണ്ണമോ ഒരു കീർത്തനമോ ഒക്കെ പാടിക്കാൻ. അങ്ങനെ ഞാൻ ഷഹാന വർണ്ണം, എൻ്റെ ചേട്ടൻ അവിടെ പഠിച്ചതാണ്. ചേട്ടന്മാർ 2 പേര് അവിടെ പഠിച്ചിട്ടുണ്ട്, അളിയന്മാർ 2 പേര് അവിടെ പഠിച്ചിട്ടുണ്ട്. അവർ ഒരാൾ മൃദംഗ അധ്യാപകനും ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾ വയലിനിസ്റ്റുമാണ്. 2 പേരും അവിടെ പഠിച്ച് ജയിച്ചു. ഇപ്പം 2 പേരും കേരളത്തിലെ 3 കോളേജാണുള്ളത്. തൃപ്പൂണിത്തുറ, പാലക്കാട്, പിന്നെ ശ്രീ തിരുവനന്തപുരം. അപ്പം അങ്ങനെ 3 കോളേജാണുള്ളത്. അപ്പോൾ അതിൽ
ഇപ്പോൾ ഇവർ രണ്ടുപേരും മാറി മാറി അവിടെ പിന്നെ അധ്യാപകന്മാരായിട്ട് പ്രൊഫസർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾ വയലിറ്റോ ഒരാൾ മൃഗത്തോ. ഞാൻ മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ എന്തായാലും 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ ആകാൻ വേണ്ടി പോകുമ്പോൾ ചേട്ടൻ്റെ കേരളത്തിൽ ആദിത്യനല്ലൂർ അനിൽകുമാർ സാറിൻ്റെ കീഴിൽ പിന്നെ ഷഹാനയുടെ ഒരു വർണ്ണം കരുണിം ഇങ്ങനൊരു വർണ്ണം. അപ്പോൾ ഈ കരുണിപ്പ എന്ന് പറഞ്ഞ വർണ്ണം പാടിയോടുകൂടി പിന്നെ എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. 1ാം വർഷം ഗാനഭൂഷണ വിദ്യാർത്ഥിയായിട്ട് ഞാൻ അവിടെ കയറി. വയ്യാങ്കര മൗസാറ് ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെല്ലാം ഹൃദയത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ ആലപ്പി സുകുമാർ സാറ്, നമ്മുടെ എം ജി സുകുമാറിൻ്റെ സഹോദരി ഓമനക്കുട്ടി ടീച്ചറിൻ്റെ പിന്നെ മരുമകനാണ് ആലപ്പി സുകുമാർ സാറ്. അതുപോലെ വസന്തകുമാർ ടീച്ചർ, അതുപോലെ ഒത്തിരി ടീച്ചർമാർ പലരും ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയാനുള്ള സാഹചര്യം പോലല്ലോ. അപ്പോൾ എന്തായാലും ശരി, അവരുടെയൊക്കെ വിദ്യാർത്ഥിയായിട്ട് ഞാൻ അവിടെ അഭ്യസിക്കാനിട വന്നു. 1ാം വർഷം കഴിഞ്ഞു. 2ാം വർഷം അതും കുഴപ്പമില്ലാതെ പോയി. ആ സമയത്താണ് ഞാൻ 1ാം വർഷ സമയത്ത് പകുതിയായപ്പോഴാണ് ഞാൻ ഗാനമേള ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ അന്നും ഞാനിതൊക്കെ ആണെങ്കിലും കൂടുതൽ ടഫായിട്ടുള്ള സോങ്സാണ് ഞാൻ കൂടുതലും പഠിച്ചു പാടാൻ ശ്രമിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ സെമി ക്ലാസിക്കൽ സംഗീതമേ അമരസലാപമേ മണ്ണിനു പിന്നിൻ്റെ വരദാനമേ 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം രാമകഥാ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ മുതിലയ സാഗരമേ. ഇങ്ങനെയുള്ള ടഫായിട്ടുള്ള സോങ്ങുകളായിരുന്നു ഞാനിവിടെ പഠിച്ചു. അന്ന സമയത്ത് പ്രമുഖന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സീനിയേഴ്സായിട്ട് പഠിക്കുന്ന പന്തളം ബാലൻ ചേട്ടൻ, അതുപോലെ നമ്മുടെ ജോസ് സാഗർ, അവരൊക്കെ എന്നെക്കാളും സീനിയറായിട്ട് പഠിച്ച വിദ്യാർത്ഥികൾ. അതിൽ ആ കൂട്ടത്തിൽ ഒരുപാട് കലാകാരന്മാർ, സാധ്യ കഴിവുള്ള ഒത്തിരി കലാകാരന്മാർ അന്ന് അവിടെ കോളേജ് പഠിച്ചിട്ടുള്ളവരാണ്. പിന്നെ മ്യൂസിക് രംഗത്ത് നിൽക്കുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ട്. എന്തായാലും എനിക്ക് അവിടുന്ന് രണ്ട് വർഷം ഞാൻ അവിടെ പഠിച്ചു. ആ സമയത്ത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഹിന്ദു ഭൈരവി എന്ന പേരുള്ള ഒരു ഗ്രൂപ്പുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് ഗാനമേള രംഗത്ത്, അത് ഭക്തിഗാനമേളയായിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഗാനമേള ഫീൽഡിലേക്ക് ഞാൻ വരാനിടവന്നു. കുറച്ചു കാലം അങ്ങനെ പാടാനുള്ള അവസരം എനിക്കുണ്ടായി. പക്ഷേ സംഗീത കോളേജിനകത്തുനിന്ന് എനിക്ക് കൂടുതൽ കാലം പഠിക്കാൻ കഴിഞ്ഞില്ല. വളരെ പ്രയാസകരമായ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അവിടെയും ഞാൻ അറിയാതെ സംഭവിച്ചു. അതുകൊണ്ട് അവിടെ ഇട്ടെറിഞ്ഞു പോകേണ്ട ഒരു അന്തരീക്ഷം. അപ്പോൾ സംഗീത കോളേജിലുള്ള ഈ പഠനം 4 വർഷമാണ് ഗാനഭൂഷണം എഴുതേണ്ടത്. അപ്പം 3ാം വർഷം സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ 3ാം വർഷത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ തുടക്കത്തിൽ തന്നെ വച്ച് മതിയാക്കി പോകേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം, പിന്നെ ആ സമയം സംഗീത കോളേജ് സമര കാലഘട്ടമാണ്. സ്കൂളിൽ നമുക്ക് വേറെ ജോലി ഒന്നും കിട്ടാത്ത ഒരു സ്കൂളിലുള്ള എല്ലാ തസ്തികയും എടുത്തു കളയുന്നൊരു സമയമായിരുന്നു. എന്നാൽ പിന്നെ അധ്യാപകരും അല്ലെങ്കിൽ പറഞ്ഞനുസരിച്ച് വിദ്യാർത്ഥികളെല്ലാം സമരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു. സെക്രട്ടേറിയറ്റുമായിട്ട് മാർച്ച് ഉള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാനും ഈ നമ്മുടെ കോളേജ് യൂണിയനകത്തുണ്ട്. സ്വാതന്ത്ര്യമായിട്ട് അങ്ങും ഇങ്ങോട്ടൊക്കെ ഓടി പുറത്തൊക്കെ ഇറങ്ങി പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ അരങ്ങി നടക്കുന്ന സമയത്ത്, ക്ലാസ്സിൻ്റെ മുന്നിലൂടെ നിൽക്കുന്ന സമയത്താണ് തിയറി ക്ലാസ് കിടക്കുന്നത്. അപ്പോൾ തിയറി ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പേനയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അതിനകത്തിരിക്കുന്ന അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ എന്ത് ചെയ്താണ്, ഞാനൊരു ഉഴപ്പനം കൂടിയാണ് ഇതൊക്കെ പറഞ്ഞെങ്കിലും. പിന്നെ ഒരു കുട്ടി വന്നു, ആ കുട്ടിയുടെ കയ്യിൽ ഞാൻ ഒരു പേന വാങ്ങിച്ചു നേരെ ക്ലാസ്സിൽ കയറി. ക്ലാസ് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ ഈ കുട്ടിയെ കണ്ടില്ല. അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം വന്നപ്പോൾ ശനി ഞായറുമായിരുന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞു. തിങ്കളാഴ്ച ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ ഈ പേന എൻ്റെ പോക്കറ്റ് കിടക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടി അവിടെ ക്ലാസ്സിൽ ചെന്ന് പെൺകുട്ടിയുടെ പിന്നെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ടീച്ചേഴ്സ് റൂമിൻ്റെ മുകളിലാണ്. അപ്പോൾ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാമെന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ചെന്ന് കുട്ടിയെ തിരക്കുമ്പോൾ അയാൾ അവിടെ ഇല്ല. അപ്പം ഞാൻ ആ വർഷത്തെ കോളേജിലെ കലാപ്രതിഭയായിരുന്നു. ഞാനീ പറഞ്ഞില്ലേ, മിമിക്രിയും മോണോ ആക്റ്റും അപ്പം തന്നെ പാട്ടും എല്ലാം കൂടി നമ്മൾ പോയിന്റുകളൊക്കെ പിടിച്ച് അങ്ങനെ ഒരു കലാപ്രതിഭയായിട്ട് അങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്.
അപ്പം ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ പിള്ളേർ പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ നിൽക്കുകയാണ്, ഈ മറ്റുള്ള പെൺകുട്ടികളെല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്കവിടെ നാണക്കേണ്ടെന്ന് ഞാൻ ചിന്തിക്കാറില്ല. നമുക്ക് പാടാൻ കഴിയുന്ന പാട്ടാണെങ്കിൽ ഞാൻ അവിടെ പാടും. അപ്പോൾ എന്നോട് ദേവാങ്കണങ്ങൾ കൈയൊടിഞ്ഞ താരകം എന്ന് പറയുന്ന ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അപ്പം ഞാനവിടെ നിന്ന് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമീരം ഇത് പാടിങ്ങനെ നോക്കുമ്പം നമ്മുടെ ഒരു അധ്യാപകൻ, എൻ്റെ ഒരു അധ്യാപകൻ ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ സാറ് ഇങ്ങനെ കയറി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇളന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാർ ഞാനിവിടെ ഒരു പേനോട് ഇളന്തിനാ ടീച്ചേഴ്സ് വായിക്കുന്ന കസേറ്റ് ഇരിക്കുന്ന തന്നെ വരട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞോണ്ട് ഞാൻ അവിടെ പാടുന്നു. സാറ് പിന്നെ സാറിന് എന്തോ ഒരു ദേഷ്യം പോലെ, ആ സമയം മുതൽ ഒരു ദേഷ്യം. അത് ദേഷ്യം ഉണ്ടാകേണ്ട കാര്യമുണ്ട്. കാരണം സാറിനൊരു, ആ സാറിൻ്റെ പേരോ അല്ലെങ്കിൽ സാറിനെ കുറിച്ച് മറ്റൊന്നും ഞാൻ പറയുന്നില്ല. സാറ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിയോടുള്ള മോശമായ ഇടപെടൽ ഞാൻ അറിഞ്ഞു എന്നൊരു ചിന്ത, ആ കുട്ടി മുഖേന ഞാൻ അറിഞ്ഞൊരു ചിന്ത സാറിനുണ്ടായതുകൊണ്ട് സാറിന് എന്നോടൊരു മാനസികമായ ഒരു അകൽച്ച ഉണ്ടായി. അപ്പം ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല, അതൊരു ചിലപ്പോൾ മാനസികമായി സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ എങ്കിലും സാറിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രയാസം ഞാൻ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് സാറിന് എന്നോട് മാനസികമായ ഒരു അകൽച്ച ഉണ്ടായി. അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, മേലെ ആവർത്തിക്കരുമ്പോൾ ഞാനങ്ങ് പുറത്ത് പോയി. ഇല്ല സാർ, ഞാൻ മേലെ ആവർത്തിക്കുമ്പോൾ തെറ്റായിട്ടൊന്നുമില്ല, എങ്കിലും ഞാൻ സോറി സാർ പറഞ്ഞു ഞാനങ്ങ് പുറത്ത് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 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 11 മണിയൊക്കെ ആയപ്പോൾ സാറ് വീണ്ടും ക്ലാസ്സിലേക്ക് വന്നു. അപ്പോഴേ സാറല്ലേ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, മറ്റൊരു അധ്യാപകനായിരുന്നു, ക്ലാസ് ടീച്ചറായിരുന്നു. അതുകൊണ്ട് പിന്നെ സാറും ആ സമയത്ത് നമ്മുടെ ക്ലാസ് ടീച്ചർ അപ്പോഴും വന്നതേ ഉള്ളൂ. അപ്പോൾ എന്നെ ഇദ്ദേഹം വന്ന് അന്വേഷിക്കുന്നത് എന്ത് സാറെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതുപോലെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ടീച്ചർ കൊടുത്ത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ടീച്ചർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇതുപോലെ. അപ്പോൾ ഞാൻ ഉള്ള എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, എന്താണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഞാൻ പേരെടുക്കാൻ പോയി, സാർ എന്നെ കേട്ട് സാറ് വഴക്ക് പറഞ്ഞു പറഞ്ഞാൽ ആ കാര്യം കഴിഞ്ഞു. പക്ഷേ പിന്നെ അതുകൊണ്ട് തീർന്നില്ല ആ സിറ്റുവേഷൻ. അടുത്ത ക്ഷണത്തിൽ ഒരു 2 മണി കഴിഞ്ഞപ്പോൾ കാണാം എന്നെ പ്രിൻസിപ്പൾ വിളിച്ചു ഓഫീസിലേക്ക്. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ അതിനുമുമ്പായിട്ട് പറഞ്ഞത്, സാറേ പിള്ളേരല്ലേ അങ്ങ് ക്ലാസ് സാറേ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അത് വലിയ എന്തോ പുള്ളിക്കൊരു വിഷമമായതുകൊണ്ട് എന്നെ നേരെ ഓഫീസിലേക്ക് വിളിച്ചു.